ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തലയുയർത്തി നിൽക്കുന്ന 8 SGS ക്രെയിൻ്റെ ബോം ഉയർത്തി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് നേരെ പോകാം നമ്മുടെ ഷിപ്പിലേക്ക്. ഇതാ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ ട്രയൽ റണ്ണിന് ആവശ്യമായിട്ടുള്ള ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മാർക്സ് ലൈൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ് നമ്മുടെ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് കയറുന്നതിന് ആഴിമല ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് കപ്പൽ ചാലി സ്റ്റാർട്ട് ചെയ്ത് തിരിയുന്നത്. നമുക്ക് ആ ഒരു വിഷ്വലിലേക്ക്, കപ്പൽ തിരിയുന്ന ആ വിഷ്വലിലേക്ക് തന്നെ വരാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മാർക്സ് ലൈൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയെന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഷിപ്പിന് സ്വാഗതം. അതുമാത്രമല്ല, ഇന്നത്തെ പുലരി, ജൂലൈ 11 പുലരി, ഉണർന്നെണീക്കുന്ന സൂര്യകിരണങ്ങളാൽ ജ്വലിച്ചു നിൽക്കുന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് നമ്മുടെ ഷിപ്പ് ആദ്യ ഷിപ്പ് 30 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യ ഷിപ്പ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയിലെ ജിയാമിൻ പോർട്ടിൽ നിന്നും തിരിച്ച് ഷിപ്പ് മലേഷ്യ, സിംഗപ്പൂർ, മലാക്ക കടലെടുക്ക് വഴി നമ്മുടെ ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞു. നമ്മൾ സ്ഥിരമായിട്ട് ഷിപ്പ് ട്രാക്ക് ചെയ്യുന്ന കാരണം നമുക്ക് ആ കാഴ്ച വളരെ ആനന്ദമുള്ള കാഴ്ച തന്നെയാണ്. ഷിപ്പിനെ കൊണ്ടുവരാൻ നമ്മുടെ ഡോൾഫിൻ ടക്കുകളായ ഡോൾഫിൻ 27, ഡോൾഫിൻ 28, ഡോൾഫിൻ 35, ഓഷ്യൻ സ്പിരിറ്റ്, ഇങ്ങനെ 4 ടഗിൻ്റെ വാട്ടർ സല്യൂട്ടോടെ തന്നെയാണ് ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇനി നമ്മുടെ മുന്നിൽ കൂടെ തന്നെ ഷിപ്പ് പാസ് ചെയ്ത് പോകും. ഏറ്റവും ഷിപ്പിൻ്റെ ഏറ്റവും അടുത്തുനിന്നുള്ള വിഷ്വലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. സൂമൊന്നും അധികം ചെയ്യാതെ തന്നെ ഷിപ്പ് നമ്മുടെ മുന്നിൽ വരും. വളരെ മനോഹരമായ ഷിപ്പാണിത്. അത് മാത്രമല്ല, നമുക്ക് ഈ ഷിപ്പിൻ്റെ മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 8750 എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വരും ഷിപ്പിന്. ഷിപ്പ് ഫുള്ളായിട്ടാണ് ഇപ്പോൾ കണ്ടെയ്നർ വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യ ഷിപ്പിന് വാട്ടർ സല്യൂട്ട് കൊടുക്കുന്ന ടക്കുകളെ നമ്മളെ മുന്നിൽ കാണാൻ സാധിക്കും. അത് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണത്. ആ വാട്ടർ സല്യൂട്ടിങ് സ്വീകരിക്കുന്ന ഷിപ്പും കൊടുക്കുന്ന ടക്ക് ബോട്ടുകളും വളരെ വലിയ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ആദ്യമായ ഒരു ഷിപ്പാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് കണ്ടെയ്നർ ഷിപ്പ്. അതായത് നമ്മുടെ ഷെൻഹുവ സീരീസിലെ ധാരാളം ഷിപ്പുകൾ ക്രെയിനുമായിട്ട് വിഴിഞ്ഞം പോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കണ്ടെയ്നർ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിനകത്ത് വരുന്നത്. ആ ഒരു അപൂർവ കാഴ്ച എടുത്തു പറയാൻ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ലൈവ് റെക്കോർഡിംഗ് ആണ്, ചില തെറ്റുകൾ വരും. വളരെ സാവധാനം പോർട്ടിലേക്ക് നീങ്ങുന്ന ഷിപ്പാണിത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷിപ്പിൻ്റെ നീളമാകട്ടെ 299.9 മീറ്ററാണ്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 299.9 മീറ്ററാണ് ഷിപ്പിൻ്റെ നീളം. അതുമാത്രമല്ല, ഷിപ്പിൻ്റെ ഡെപ്ത് ആവട്ടെ 48.4 മീറ്ററാണ്. ഷിപ്പിൻ്റെ വിഡ്ത്താണ് 48.4 മീറ്റർ. ഡെപ്ത് 24.8 മീറ്ററാണ്. ഡ്രാഫ്റ്റ് ആവട്ടെ 14.5 മീറ്ററാണ്. ഡ്രാഫ്റ്റുള്ള ഷിപ്പാണ് ജിയാമിൻ പോർട്ടിലെ, ചൈനയിലെ ജിയാമിൻ പോർട്ടിൽ നിന്നും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അപൂർവ കാഴ്ചയാണ്. വരും തലമുറയ്ക്ക് പഠിക്കാനും എഴുതി സൂക്ഷിക്കാനും പറ്റുന്ന ആദ്യ ഷിപ്പിൻ്റെ പേരും വിഴിഞ്ഞത്തേക്ക് നൂറ്റാണ്ടുകൾ കാത്തിരുന്ന ഷിപ്പ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു. വളരെ മനോഹരമായ കാഴ്ച, നമ്മൾ ഏറെ പ്രതീക്ഷിച്ച കാഴ്ച. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഷിപ്പ് ഇപ്പോൾ 2 ടക്ക് ബോട്ടുകൾ ബാക്കിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഡോൾഫിൻ 27, ഡോൾഫിൻ 28, പിന്നെ ഓഷ്യൻ സ്പിരിറ്റും ഡോൾഫിൻ 35 2 സൈഡിലുമായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കണ്ടെയ്നർ ഷിപ്പ് നമ്മുടെ പോർട്ടിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ പോർട്ടിലെ പൈലറ്റായ തുഷാർ, അദ്ദേഹമാണ് നമ്മുടെ ഈ ഷിപ്പിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ പോർട്ടിനകത്തോട്ട് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ വാട്ടർ സല്യൂട്ട് നൽകി ഷിപ്പ് ഒഴുകി നീങ്ങുന്ന ആ ഒരു കാഴ്ച വളരെ മനോഹരം തന്നെയാണ്. എടുത്തു പറയാതിരിക്കാൻ വയ്യ. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്.
സാൻ ബെർണാണ്ടോ എന്ന് പറയുന്ന പേര് നമുക്കിവിടെ തെളിഞ്ഞു കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലൂടെ വളരെ സാവധാനമാണ് ഷിപ്പ് നീങ്ങുന്നത്. ആ കാഴ്ച വളരെ മനോഹരം തന്നെയാണ്. തിരമാലകളെ ശക്തമായി കീറി മുറിച്ചുകൊണ്ട് അടുക്കുന്ന നമ്മുടെ സാൻ ബെർണാണ്ടോ വളരെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സൂര്യകിരണങ്ങളാൽ ജ്വലിക്കുന്ന പോർട്ടും അതിനനുസരിച്ചുള്ള ആ ഒരു ഭംഗിയും ആ ഷിപ്പിൽ കാണാൻ സാധിക്കും. ഇന്നത്തെ പുലരി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിന് വേണ്ടി മാത്രമായിരിക്കും. ആ ഒരു കാഴ്ചയാണ്. കാരണം നൂറ്റാണ്ടുകൾ കാത്തിരുന്ന ഒരു കാഴ്ചയാണത്. പലരും ഈ കാഴ്ച കാണാതെ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അത്രത്തോളം കഷ്ടതകളും യാതനകളും അനുഭവിച്ചാണ് നമ്മുടെ ഈ പോർട്ട് സാധ്യമാക്കിയെടുത്തത്. ഇതിലൊരു കഥ തന്നെയുണ്ട്. പലരെയും പേരെടുത്ത് പറയുന്നില്ല. പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ വർക്ക് ചെയ്ത പേരറിയാത്തവർക്കും വളരെ വിഷമം തോന്നും. എന്നാലും നമുക്കെല്ലാവർക്കും സുപരിചിതമായ ധാരാളം പേര് നമ്മുടെ ഈ പോർട്ടിന് വേണ്ടി അഘോരാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, നേവിയുടെ ഹെഡ്ക്വാർട്ടേഴ്സും ഇന്ത്യൻ നേവിയുടെ ഹെഡ്ക്വാർട്ടേഴ്സും ട്രിവാൻഡ്രത്ത് വരികയാണ്. വളരെ സാവധാനം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് നീങ്ങുന്ന നമ്മുടെ ഷിപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ സാവധാനം. ആദ്യമായി ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ വളരെയധികം മനസ്സിന് സന്തോഷം തോന്നുന്നു. വളരെയധികം സന്തോഷം തോന്നുന്നു. നുരഞ്ഞ് പതഞ്ഞ് പൊങ്ങുന്ന തിരമാലയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു സ്വീകരണം നൽകി സ്വീകരിക്കുന്ന നമ്മുടെ സാൻ ബെർണാണ്ടോ എന്ന ഷിപ്പ് വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഷിപ്പ് ഏതാണ്ട് നമ്മളുടെ അടുത്തെത്തിയിട്ടുണ്ട്. വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എത്തിയിട്ടുണ്ട് ഷിപ്പ്. ആ ഒരു കാഴ്ച ഇപ്പോൾ നമുക്ക് 4 ടഗ് ബോട്ടുകളെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. അതിലൊരു ചെറിയൊരു പൈലറ്റ് വാഹനം കൂടിയുണ്ട്. 4 ടഗ് ബോട്ടുകളെയും വളരെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വാട്ടർ സല്യൂട്ടും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ മുന്നിലൂടെ ഒഴുകി നീങ്ങുന്ന സാൻ ബെർണാണ്ടോ, ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മേക്സ് ലൈൻ്റെ സാൻ ബെർണാണ്ടോ എന്ന ഷിപ്പ് നമ്മുടെ മുന്നിലൂടെ സാവധാനം പോർട്ടിലേക്ക് ഒഴുകി നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരിക്കലും മറക്കാത്ത കാഴ്ച, ചരിത്രത്തിൽ ഇടം നേടുന്ന കാഴ്ച, ചരിത്രത്തിൽ കുറിക്കേണ്ട കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര മനോഹരമായ കാഴ്ചയാണ്. ആദ്യമായിട്ട് ഒരു കണ്ടെയ്നർ ഷിപ്പ് 30 വർഷത്തിന് ശേഷം, പ്രയത്നങ്ങൾക്ക് ശേഷം ഒരു കണ്ടെയ്നർ ഷിപ്പ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് അടുക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ മുന്നിലൂടെ തന്നെ നീങ്ങുന്നു. നമ്മുടെ ഈ സാൻ ബെർണാണ്ടോയിൽ കൊണ്ടുവന്ന കണ്ടെയ്നർ ഇന്നും നാളെയുമായിട്ട് അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാൻ വേണ്ടി 2 ഷിപ്പുകൾ കൊളംബോ പോർട്ടിൽ നിന്ന് വരുന്നുണ്ട്. സീസ്പാൻ സാന്തോസ്, മെറീൻ അസൂർ, ഈ 2 ഷിപ്പുകളും ഇപ്പോൾ കൊളംബോ പോർട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ കൊളംബോ പോർട്ടിൽ നിന്നും മറ്റന്നാൾ അതായത് 13-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലെത്തും. അപ്പോഴേക്കും ട്രാൻസ്ഷിപ്മെൻറ്റും സാധ്യമാകും. 80% ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട്. വളരെ മനോഹരമായ കാഴ്ച. ഫുൾ ഫ്രെയിമിൽ നമ്മുടെ ഷിപ്പ് പോകുന്നു. നമുക്ക് അത് വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. 13-ാം തീയതി തന്നെ ട്രാൻസ്ഷിപ്മെൻറ്റും കംപ്ലീറ്റ് ആവും. കാരണം 2 ഷിപ്പുകൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, വലിയൊരു മദർഷിപ്പ് വിഴിഞ്ഞത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഉടൻ തന്നെ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലൂടെ ട്രാക്ക് ചെയ്ത് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ഈ കണ്ട 299.9 മീറ്റർ നീളം അല്ലെങ്കിൽ 300 മീറ്റർ നീളമുള്ള ഇതുവരെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ ഏറ്റവും വലിയ ഷിപ്പാണ്. അതായത് ഷാങ്കായിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ചാൻസിങ് ഐലൻഡിൽ നിന്നും ക്രെയിനുമായിട്ട് വന്ന ഷെൻഹുവ സീരീസിലെ കപ്പലുകൾക്കെല്ലാം ആ മുഴക്കം, ആ ഹോണിൻ്റെ മുഴക്കം, വളരെ മനോഹരമായ കാഴ്ച. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് അതാ സൈറമടിച്ചിരിക്കുന്നു ഷിപ്പിൻ്റെ. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗേറ്റ്വേ തുറന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു നിമിഷങ്ങൾക്കാണ്, ആ ഒരു നിമിഷത്തിൻ്റെ ഹോണാണ് ഇപ്പോൾ മുടങ്ങിയിട്ടുള്ളത്. വളരെ സാവധാനം വാട്ടർ സല്യൂട്ട് നൽകി നീങ്ങുന്ന ഷിപ്പിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ സാവധാനം.
കാണുന്നത് ഷിപ്പിൻ്റെ ഏറ്റവും അടുത്തുനിന്നുള്ള വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. ഏറ്റവും അടുത്ത്, അതായത് സ്വർണ്ണവർണ്ണങ്ങൾ ഉള്ള നമ്മുടെ സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന ഷിപ്പും അതേപോലെ തന്നെ നമ്മുടെ പോർട്ടും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 8 STS ക്രെയിൻ്റെ ബൂം ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു വളരെ മനോഹരമായ കാഴ്ചയാണ്, വാക്കുകൾ കിട്ടുന്നില്ല. ആ ഒരു ഭംഗി, 30 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ആ ഒരു വാട്ടർ സല്യൂട്ട് നൽകിയുള്ള സ്വീകരണം വളരെ മനോഹരമാണ്. ഇതാണ് 299 മീറ്റർ നീളമുള്ള നമ്മുടെ ഷിപ്പ്. ഇന്ത്യ ഗേറ്റ് വേ തുറക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗേറ്റ് വേയുടെ മുഴക്കം എന്ന് തന്നെ പറയേണ്ട ഒരു ഷിപ്പിൻ്റെ ഹോണിനനുസരിച്ച് വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇതാ നമുക്ക് 2 ടഗ് ബോട്ടുകളെ കാണാൻ സാധിക്കും. 2 ടഗ് ബോട്ടുകൾ ഫ്രണ്ടിലും 2 ടഗ് ബോട്ടുകൾ സൈഡിലും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമുക്ക് ഈ ടഗ് ബോട്ടുകളെ. മേഴ്സ്കിൻ്റെ കണ്ടെയ്നർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കുന്ന ഷിപ്പാണ് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇതൊരു അപൂർവ നിമിഷം തന്നെയാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ ഭൂപടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ആ ഒരു സ്ഥാനം എവിടെയാണ്. ഒരു മാല പോലെയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടുള്ളത്. ആ മാലയുടെ ലോക്കറ്റ്, ഗോൾഡൻ ലോക്കറ്റ് അല്ല, ഡയമണ്ട് ലോക്കറ്റാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഇതാ നമുക്ക് പോർട്ടിനകത്തേക്ക് ഷിപ്പ് പ്രവേശിച്ചിരിക്കുന്നു. ആ ഒരു കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. നമ്മുടെ പോർട്ടിനകത്തേക്ക് ഷിപ്പ് പ്രവേശിച്ചിരിക്കുന്നു. വളരെ സാവധാനമാണ് ഷിപ്പ് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മളെ പോർട്ടിലെ പൈലറ്റായ തുഷാർ എന്ന് പറയുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ പോർട്ടിലെ പൈലറ്റായ തുഷാറാണ് നമ്മുടെ ഷിപ്പിനെ നമ്മളെ പോർട്ടിൽ അടുപ്പിക്കുന്നത്. ആ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ വളരെ വളരെ വളരെ, അതായത് നൂറ്റാണ്ടുകൾ കാത്തിരുന്ന കാഴ്ചയെന്ന് തന്നെ പിന്നെയും പിന്നെയും പറയേണ്ടി വരും. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇപ്പോൾ 4 ടഗ് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നിൽ 2, ഇതാ സൈഡിലായിട്ട് 2, അങ്ങനെ 4 ടഗ് ബോട്ടുകളുണ്ട്. നീല ജലാശയത്തെ കീറി മുറിച്ചുകൊണ്ട് മുന്നേറുന്ന സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ്, ആദ്യമായി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് വരുന്ന ഷിപ്പ്. ധാരാളം പ്രത്യേകതകൾ ഈ ഷിപ്പിനുണ്ട്. ചരിത്രത്തിൽ കുറിക്കുന്ന ഷിപ്പായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യമായി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലെത്തുന്ന ഷിപ്പാണ് ഈ ഷിപ്പ്. വളരെ മനോഹരമായ കാഴ്ചയെന്ന് തന്നെ പറയേണ്ടി വരും. വളരെ മനോഹരമായ കാഴ്ച. ദാ ഷിപ്പ് ഇപ്പോൾ ബർത്തിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു നല്ലൊരു വ്യൂ പോയിന്റിലാണുള്ളത്. ഈ ഷിപ്പ് പോകുന്ന കാണാൻ നല്ലൊരു വ്യൂ പോയിന്റിലാണ് തന്നെ ഉള്ളത്. വളരെ സാവധാനത്തിലാണ് നമ്മുടെ ഷിപ്പ് നീങ്ങുന്നത്. വളരെ സാവധാനത്തിൽ നീങ്ങുന്ന സാൻ ഫെർണാണ്ടോ ഷിപ്പ് പോർട്ടിനകത്തോട്ട് കയറുന്നത് ഫുള്ള് എഞ്ചിൻ ഓഫായിട്ടല്ല, ഒരു ന്യൂട്രൽ മോഡലായിരിക്കും. അതിൻ്റെ മോഡുണ്ട്. ആ ഒരു മോഡലാണ് നമ്മുടെ പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. എന്നാലും ഹെവി റോപ്പുകൾ കൊണ്ട് ടൈ ചെയ്തിട്ടുണ്ട് ടഗ് ബോട്ടുകളായി. അതായത് ഈ ഷിപ്പ് ഏതാണ്ട് 299 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്റർ നീളമുള്ള ഷിപ്പാണെങ്കിലും നമ്മുടെ ടഗ് ബോട്ടുകൾ നിസ്സാരക്കാരുള്ള ഏതാണ്ട് 34 അല്ലെങ്കിൽ 35 മീറ്ററോളം നീളമുള്ള നമ്മുടെ ടഗ് ബോട്ടുകളാണ്. അതിലായിട്ട് ബാക്കിലത്തെ ടഗ് ബോട്ടിൽ ടൈ ചെയ്തിട്ടുണ്ട്, ഹെവി റോപ്പ് കൊണ്ട് ടൈ ചെയ്തിട്ടുണ്ട്. ഇതാ വളരെ സാവധാനം ഷിപ്പ് നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. പോർട്ടിലാവട്ടെ ഇതാ 8 STS ക്രെയിൻ്റെയും ബൂം പൂർണ്ണമായും ഉയർത്തി വെച്ചിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. 8 STS ക്രെയിൻ്റെ ബൂം ഉയർത്തി വെച്ചിട്ടുണ്ട്. ഷിപ്പ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് മീറ്റർ കൂടി നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പ് ബർത്തിലേക്ക്, മൂറിങ്ങിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, കാത്തിരിപ്പിന് ശേഷം പോർട്ടിനകത്ത്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ട്രിവാൻഡ്രത്തിനകത്ത് നമ്മുടെ ആദ്യ കണ്ടെയ്നർ കപ്പൽ എത്തിയിട്ടുണ്ട്. നാളെയാണ് ഇതിൻ്റെ ആഘോഷ പരിപാടി, ചടങ്ങുകളെല്ലാം നാളെയാണുള്ളത്.
ഇന്നത്തെ ഈ കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ്. ആ സൈറത്തിന്റെ സൗണ്ട് കേൾക്കാനാണ് ഞാനൊന്ന് സംസാരിക്കാത്ത. വളരെ മനോഹരമായ സൗണ്ടാണ്. ആ സൗണ്ട് പലരെയും വിളിച്ചുണർത്തും. ഷിപ്പെത്തി, ഇതാ വിഴിഞ്ഞത്തേക്ക് ഷിപ്പെത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ദേശമെങ്ങും മുഴങ്ങുന്ന രീതിയിൽ വളരെ വലിയൊരു സൗണ്ടോടുകൂടി സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. വളരെ സാവധാനത്തിൽ മാത്രമാണ് ഷിപ്പ് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. ഇതാ മുന്നിലേ പോകുന്ന ഷിപ്പ് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ അടുത്തു നിന്നുള്ള വിഷ്വലാണിത്. വളരെ അടുത്തു നിന്നുള്ള ഷിപ്പിന്റെ ഒരു ഷിപ്പ് ട്രാക്ക് ചെയ്ത് നമ്മൾ പോർട്ടിലടുത്തോ അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഷെൻഹുവ സീരീസിലെ 15 മുതൽ 28 മുതൽ ആ ഷിപ്പൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മുടെ പോർട്ടിലെത്തുമ്പോൾ നമുക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. ഈ ഷിപ്പിനെയാണോ നമ്മൾ ട്രാക്ക് ചെയ്ത്? അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്, വളരെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. പക്ഷെ ഞാൻ ട്രാക്ക് ചെയ്ത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇട്ടുവരുമ്പോൾ അവർക്കും ഒരു ആകാംക്ഷ കാണും, ഈ ട്രാക്കിംഗ് ഷിപ്പ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ. അങ്ങനെ നമ്മുടെ പോർട്ടിനടുത്തോട്ട് എത്തിയിരിക്കുന്നു, പോർട്ടിനകത്തെത്തിയിരിക്കുന്നു. ഇനി ബർത്തിലേക്ക്, മൂറിങ്ങിലേക്കാണ് ഷിപ്പ് പോകേണ്ടത്. നമ്മുടെ ബർത്ത് പൂർണ്ണ സജ്ജമായി നിൽക്കുകയാണ്. ബർത്തിലേക്ക് ഒഫീഷ്യൽസ് എല്ലാം ഉണ്ട്, എല്ലാവരെയും കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണിത്. ആദ്യമായി വരുന്ന കണ്ടെയ്നർ ഷിപ്പ്, വളരെ സാവധാനത്തിൽ നീങ്ങുന്ന കണ്ടെയ്നർ ഷിപ്പ്. ഇന്ത്യയുടെ ഗേറ്റ് വേ തുറക്കുന്ന കണ്ടെയ്നർ ഷിപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ്, ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ്. അത് മാത്രമല്ല, ഇന്ത്യയിലെ ആഴക്കടൽ, ആദ്യത്തെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട്. ഈ ധാരാളം പ്രത്യേകതകളാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിലുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിനുള്ളത്. അത് മാത്രമല്ല, നാച്ചുറലായിട്ട് 18 മുതൽ 20 മീറ്റർ വരെ ഡെപ്ത് ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈ പറയുന്ന കപ്പൽച്ചാലിനും ഈ പറയുന്ന കപ്പലുകൾക്കെല്ലാം കപ്പൽച്ചാലിന് ഏതാണ്ട് 22 മീറ്ററോളം, 18 മുതൽ 20 മുതൽ 22 മീറ്ററോളം ഡെപ്ത് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ പറഞ്ഞ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലുണ്ട്. ഈ ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് ആവട്ടെ 14.5 മീറ്ററാണ്. നാച്ചുറലായിട്ട് തന്നെ നമുക്ക് 18 മീറ്റർ ഡെപ്ത് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ തന്നെയുണ്ട്. അത്രയധികം പ്രത്യേകതയുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിലേക്കാണ് നമ്മുടെ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പൽ വന്നിട്ടുള്ളത്. ഒരു നിസ്സാര പോർട്ടല്ല ഇത്. ഇപ്പോൾ പോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പോർട്ട് ഫസ്റ്റ് ഫേസ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഫേസുകളെല്ലാം വളരെ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇനി ധാരാളം ഷിപ്പുകളെത്തും. നമ്മുടെ ഈ ഇരിക്കുന്ന കണ്ടെയ്നറെല്ലാം ഇന്നോ നാളെയും കൊണ്ട് നമ്മുടെ പോർട്ടിൽ, നമ്മുടെ യാർഡിൽ അൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം 2 ഷിപ്പുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മരീൻ അസൂർ ഷിപ്പാണ് വരുന്നത്. അത് ഏതാണ്ട് 250 മീറ്റർ നീളമുള്ള ഷിപ്പാണ് മരീൻ അസൂർ. 37.4 മീറ്റർ വിഡ്ത്തുമുണ്ട്. 4556 TUV ശേഷിയുള്ള കണ്ടെയ്നർ TUV ശേഷിയുള്ള ഷിപ്പാണ് മരീൻ അസൂർ. അത് 13-ാം തീയതി വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ 11 മണിക്ക് എത്തും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്ക് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലൂടെ, ഷിപ്പ് ഷെഡ്യൂളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അത് ഞാൻ വീഡിയോ ആയിട്ടിട്ടുണ്ട്, നമ്മുടെ പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് പോയിട്ട് അടുത്ത് സീസ്പാൻ സാന്റോസ് എന്ന് പറയുന്ന ഷിപ്പും നമ്മുടെ കൊളംബോ പോർട്ടിൽ നിന്നും വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നുണ്ട്. അതിന് ഏതാണ്ട് 260 മീറ്റർ നീളമാണ്. നമ്മുടെ ഷിപ്പാവട്ടെ, ഇപ്പോൾ കാണുന്ന ഷിപ്പാവട്ടെ 299 മീറ്റർ നീളം. സീസ്പാൻ സാന്റോസിന്റെ വിഡ്ത്താവട്ടെ അല്ലെങ്കിൽ ബെർത്താവട്ടെ 32 മീറ്ററാണ്. ഇതാ നമ്മുടെ ബർത്തും നമ്മുടെ ഷിപ്പും തമ്മിലുള്ള ലെന്ത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഇത്രയും ലെന്തിലുണ്ട്. ഇനി വളരെ സാവധാനത്തിലായിരിക്കും നമ്മുടെ ഈ ഷിപ്പിനെ ബർത്തിലോട്ട് അടുപ്പിക്കുക.
ആ ഒരു കാഴ്ചയിലേക്ക് തന്നെ പോകണം. 4 ടഗ് ബോട്ടുകളുണ്ട്. ഇപ്പോൾ അവസാനം എത്തിയ ടഗ് ബോട്ടാണ് ഡോൾഫിൻ 28. വളരെ മനോഹരമായ കാഴ്ച. കാലാവസ്ഥ നല്ല അനുകൂലം തന്നെയാണ്, മഴയൊന്നുമില്ല. നല്ലൊരു കാലാവസ്ഥയാണ്. അധികം വെയിലുമില്ല, അധികം മഴയുമില്ല. നമുക്കധികം ക്ഷീണമാറ്റി തോന്നില്ല. പലപ്പോഴും ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വെയിലായിരുന്നു. എന്താ പറയുക, വെയിലറിയാമല്ലോ, നല്ല വെയിലായിരുന്നു. പക്ഷേ ഈ ഒരു അവസരം വളരെ മനോഹരം തന്നെയാണ്. പ്രകൃതിയും അനുകൂലമായിട്ട് മാറിയിരിക്കുന്നു. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ പ്രകൃതിയും അനുകൂലമായി മാറിയിരിക്കുന്നു. മുപ്പത് വർഷത്തെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ ഒരു കണ്ടെയ്നർ ഷിപ്പ് അടുക്കുന്നത്. ആ ഒരു അപൂർവ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. സന്തോഷങ്ങൾ കൊണ്ട് നമുക്ക് വാക്കുകളില്ല, പറഞ്ഞു നിർത്താൻ വാക്കുകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു അപൂർവ കാഴ്ച. ടഗ് ബോട്ടിൽ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഷിപ്പിനെ ചരിത്രത്തിൽ ഇടം നേടിയ ഷിപ്പ് തന്നെയാണ്. ഉറപ്പായിട്ടും പല പരീക്ഷകൾക്കും ഈ ഷിപ്പിന്റെ പേര് എഴുതേണ്ടി വരും, പഠിക്കേണ്ടി വരും. വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിൽ ആദ്യമായിട്ട് വന്ന ഷിപ്പിന്റെ പേരെന്താണ്, എവിടെ നിന്നാണ് ഈ ഷിപ്പ് വന്നിട്ടുള്ളത് എന്ന് ഉറപ്പായിട്ട് ചോദ്യം വരും. കാരണം അത്രയധികം പ്രത്യേകതയുണ്ട് ഈ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ വന്നതുകൊണ്ട്, ആദ്യമായി വന്നതുകൊണ്ടുള്ള പ്രത്യേകതയാണത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണത്. വളരെ സാവധാനമാണ് ഒരു കണ്ടെയ്നർ ഷിപ്പ് നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. കാരണം നമുക്കെല്ലാം അറിയാം, ഇതൊരു കൺസ്ട്രക്ഷൻ പോർട്ടാണ്. ഫസ്റ്റ് ഫേസ് ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡും തേർഡും ഫോർത്തും സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഷിപ്പ് ഇപ്പോൾ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷിപ്പ് വളരെ സാവധാനം നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനം 4 ടഗ് ബോട്ടിന്റെ അകമ്പടിയോട് തന്നെയാണ് ഡോൾഫിൻ 27, ഡോൾഫിൻ 35, ഡോൾഫിൻ 28 ആൻഡ് ഡോൾഫിൻ 35 അങ്ങനെ 4 ടഗ് ബോട്ടുകൾ, ഓഷ്യൻ സ്പിരിറ്റ് കൂടി ചേർന്നിട്ട് 4 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഷിപ്പ് സാവധാനം നീങ്ങുന്ന കാഴ്ച. അതെ, വലിയൊരു മുഴക്കത്തോടെ, വലിയൊരു ഹോണോടുകൂടി ഷിപ്പ് നീങ്ങുവാണ്. ഇനിയിപ്പോൾ പോകേണ്ടത് നമ്മുടെ ബെർത്തിലേക്ക് അടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മൂറിങ്ങിലേക്ക് ഷിപ്പ് പോകുന്നതിന് ബെർത്തിലേക്ക് അടുക്കണം. ഈ ടഗ് ബോട്ടുകളുടെ സഹായത്തോടെയാണ് ഇനി ബെർത്തിലേക്ക് അടുക്കാൻ പോകുന്നത്. ബാക്കിലുള്ള ടഗ് ബോട്ടാവട്ടെ ഹെവി റോപ്പ് കൊണ്ട് ടൈ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. റോപ്പ് കൊണ്ട് ടൈ ചെയ്തിട്ടുണ്ട് ബാക്കിലത്തെ ആ ടഗ് ബോട്ടിന്. ഫ്രണ്ടിലും ഈ പറയുന്ന ഈ ടക്കിനും ഇപ്പോൾ ഇത് ടൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന 2 ടഗ് ബോട്ടുകളെയും ഹെവി റോപ്പ് ഉപയോഗിച്ച് കപ്പൽ ടൈ ചെയ്തതിനു ശേഷമാണ് വളരെ സാവധാനം നീങ്ങുന്നത്. നമ്മൾ ഇതുവരെ വന്ന ഷെൻഹുവ സീരീസിലെ കപ്പലിനെക്കാട്ടിയും 50 മീറ്ററോളം നീളക്കൂടുതലുള്ള ഷിപ്പാണ്. 50 അല്ല 60 മീറ്ററോളം നീളക്കൂടുതലുള്ള ഷിപ്പാണ് ഇപ്പോൾ സാൻ ബെർണാർഡോ എന്ന് പറയുന്ന ഷിപ്പ്. അതായത് വിഴിഞ്ഞം പോർട്ടിലേക്ക് ആദ്യമായി വരുന്ന കണ്ടെയ്നർ ഷിപ്പിന് ഇതുവരെ വന്ന ഷെൻഹുവ സീരീസിലെ കപ്പലുകളെക്കാട്ടിയും നീള കൂടുതൽ തന്നെ എന്ന് പറയേണ്ടി വരും. ഒരു വലിയ ഷിപ്പ് തന്നെയാണ് സാൻ ബെർണാർഡോ. വളരെ സാവധാനത്തിലേക്ക് ഒഴുകി നീങ്ങുന്ന സാൻ ബെർണാർഡോയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ബെർത്തിലോട്ട് അടുപ്പിക്കണം. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഇവിടെ STS ക്രെയിൻ നമുക്കിപ്പോൾ 4, അതായത് 8 ക്രെയിനിനെ നിലവിൽ 2 സെറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. ഈ 4 ക്രെയിനിന് ഒരു ഗ്യാപ്പ് ഉണ്ട് ഇടയ്ക്ക്. അങ്ങനെ ഈ പറയുന്ന എനിക്ക് തോന്നുന്നു 400 മീറ്റർ വരുന്ന ആ സ്ഥലത്ത്, അല്ലെങ്കിൽ 400 മീറ്റർ ഫുൾ ഫ്ലഡ്ജിൽ വർക്ക് ചെയ്യാൻ പറ്റും. 100% വർക്ക് കംപ്ലീറ്റ് ആയ 400 മീറ്ററിലാണ് ഈ 4 STS ക്രെയിൻ ഉള്ളത്. ബാക്കിയുള്ള 4 STS ക്രെയിന് ബാക്കിയുള്ള 400 മീറ്ററാണ് വെച്ചിട്ടുള്ളത്. 800 മീറ്ററോളം ബെർത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും 400 മീറ്റർ 100% വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ആ ഭാഗത്താണ് 4 STS ക്രെയിൻ, അതായത് STS 1, 2, 3, 4 ഇങ്ങനെ 4 STS ക്രെയിന്
തരം തിരിച്ചു മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പും നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ നിന്നാൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ദാ ഷിപ്പ് വളരെ സാവധാനം നമ്മുടെ ബെർത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച. ദാ വളരെ സാവധാനം നീങ്ങുന്നു ബെർത്തിലേക്ക്. ഇതൊരു അപൂർവ നിമിഷം തന്നെ സാക്ഷിയാക്കുന്ന അപൂർവ നിമിഷം തന്നെ എന്നോട് പറയേണ്ടി വരും. ഈ ഷിപ്പ് നീങ്ങുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തൊട്ട് സൈഡിലാണെങ്കിൽ നമുക്ക് ബ്രേക്ക് വാട്ടറിന്റെ സെന്ററിലൂടെ 10 മീറ്റർ വീതിയുള്ള ഒരു റോഡുണ്ട്. ആ റോഡിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ ധാരാളം ലോറിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ആ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ നടക്കൊണ്ടിരിക്കുന്നത്. ഒരു പച്ച നിറത്തിലുള്ള ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പറയുന്ന സ്ലാബുകളെ അവിടെ യഥാസ്ഥലത്ത് സ്ഥാപിക്കുന്നതിനാണ് ആ ക്രെയിനുള്ള ധാരാളം ലോറികളും അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ. അതായത് 2960 മീറ്റർ ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 800 മീറ്ററും ബെർത്ത് പോർഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് ആ ഒരു വൈറ്റ് കളറിലോ ഒരു ഷെൽട്ടർ കാണാൻ സാധിക്കും. ഇത് നാളെയുള്ള ഇനാഗുറേഷന് വേണ്ടിയുള്ള ഷെൽട്ടർ ആണെന്ന് തോന്നുന്നു. നാളെ പറ്റുന്നവർക്കെല്ലാവരും ഇനാഗുറേഷന് വരേണ്ടതാണ്. കാരണം നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിൽ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പിന്റെ ആഘോഷ പരിപാടികളാണ് നാളെയുള്ളത്. കേരളത്തിന് അഭിമാന നിമിഷം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് നമ്മൾ ഈ കാണുന്നത്. അതും കേരളത്തിൽ, തിരുവനന്തപുരം ജില്ലയിൽ. അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണത്. ഇന്നലെ രാത്രി കുറച്ചുപോലും ഉറങ്ങിയിട്ടില്ല. രാവിലെയാണ് ഇത് ഇവിടെ എത്തിയത്. ഷിപ്പ് ട്രാക്ക് ചെയ്തപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഷിപ്പ് നീങ്ങുന്നത്. പുറംകടലിൽ ഇന്നലെ നങ്കൂരമിട്ട ഷിപ്പ് രാവിലെ തന്നെ 5 മണിക്ക് തന്നെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് 5 അതിന് മുന്നേ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി, ഈ ഒരു വീഡിയോ പകർത്തി നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടെ എത്തിയത്. രാവിലെ തന്നെ എത്തിയതാണ്. ഈ വാർത്ത നിങ്ങളിൽ എത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇവിടെ വരുന്ന എല്ലാ ഷിപ്പുകളെയും നമ്മൾ ട്രാക്ക് ചെയ്യും. അതുമാത്രമല്ല, കറക്റ്റ് സ്റ്റാറ്റസും ഷിപ്പ് പോർട്ടിനകത്ത് പ്രവേശിക്കുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മുടെ ചാനൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ തരുന്ന പൂർണ്ണ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ തന്നെ ഒരു പ്രൊഫഷൻ കമന്റ് ചോദിച്ചത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഈ സപ്പോർട്ട് തന്നെയാണ് നമ്മളിവിടെ വരാനും പിന്നെയും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഒരേ ഒരു കാരണം. ഏറ്റവും വലിയ പാഷനാണ് എനിക്ക് ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. വളരെയധികം ആഗ്രഹത്തോടെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എത്ര സംസാരിച്ചാലും നമുക്ക് വാക്കുകൾ കിട്ടുന്നതും ഒരിക്കലും മടുക്കാത്തതും. കാരണം ഇത് നമ്മുടെ ജോലിയല്ല, നമുക്ക് ഏറ്റവും സന്തോഷമാണ് ഈ പോർട്ടിൽ വരുന്ന വീഡിയോ എടുത്ത് അപ്ഡേഷൻ ചെയ്യുന്നത്. എനിക്കുൾപ്പെടെ അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പോർട്ടിൽ വരുന്ന വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അതോടൊപ്പം നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലൈക്കും അല്ലെങ്കിൽ ഒരു മെസ്സേജും അതൊരു ഒരു പ്രത്യേകത തന്നെയാണ്, ഒരു ഫീല് തന്നെയാണ്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. അതുകൊണ്ട് ഇതിനും നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക. തീർച്ചയായിട്ടും കമൻറ്റ് എഴുതി അയക്കാതിരിക്കരുത്. വ്യൂവേഴ്സ് കൂടുതലാണെങ്കിലും എൻ്റെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം, ഇതൊരു വലിയ ചാനലല്ല, വളരെ ചെറിയൊരു ചാനൽ തന്നെയാണ്. ആ ചാനലിനെ സംബന്ധിച്ചിടത്തോളം വ്യൂവേഴ്സ് ഉണ്ടെങ്കിലും ലൈക്ക് വളരെ കുറവാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. കമൻറ്റ് തീർച്ചയായിട്ടും എഴുതി വിടുക. എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് എഴുതി വിടാം. ഷിപ്പ് ഒരു ചെറിയൊരു സ്പീഡിൽ ഷിപ്പ് പോകുന്നുണ്ട്. ബെർത്തിന്റെ അങ്ങോട്ട് തിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ആദ്യം മുതലേ തന്നെ നമ്മുടെ ഈ പറയുന്ന ടഗ് ബോട്ടിന്റെ വാട്ടർ സല്യൂട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ ബെർത്ത് കാണിക്കാം. ബെർത്തും നമ്മുടെ ഷിപ്പും തമ്മിലുള്ള ലെന്ത് നമുക്ക് ഇത്രയും മീറ്ററാണുള്ളത്. ആകെ ഇത്രയും മീറ്ററേ ഉള്ളൂ. നമ്മുടെ ബെർത്തും നമ്മുടെ ഷിപ്പും തമ്മിൽ വളരെ സാവധാനം തന്നെയാണ് നീങ്ങുന്നത് ഷിപ്പ്. ആ ഒരു കാഴ്ച വളരെ അപൂർവ കാഴ്ച തന്നെയാണ്. ട്രയൽ റൺ 2 മാസത്തോളം നീണ്ടു നിൽക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ 2 മാസത്തിനകത്ത് ധാരാളം ഷിപ്പുകൾ നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് വേണ്ടത്തിലേക്ക് വന്നു പോകും. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പും വരും എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം എത്ര വലിയ ഷിപ്പ് വന്നാലും നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞ STS ക്രെയിൻ്റെ ബൂം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 72 മീറ്ററാണുള്ളത് ബൂമിൻ്റെ കടലിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ലെന്ത്. എത്ര വലിയ ഷിപ്പിനും
ഈ പറയുന്ന ഷിപ്പിൻ്റെ വിഡ്ത്ത് 60-65 മീറ്റർ അല്ലെങ്കിൽ 70 മീറ്റർ ഇട്ടാലും നമ്മുടെ ഈ പറയുന്ന എസ് ടി എസ് ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നർ ഇറക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്, അതായത് ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടും ഏറ്റവും വലിയ ഷിപ്പ് വന്നാലും നമുക്ക് കണ്ടെയ്നർ പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുതിയ രീതിയിലുള്ള STS ക്രെയിനാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പോർട്ട് ഓഫീസ് PO ബിൽഡിങ്ങിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് റൂമുണ്ട്, ക്രെയിൻ ഓപ്പറേറ്റിംഗ് റൂം. ആ റൂമിനകത്തിരുന്നിട്ടാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 3 ടഗ് ബോട്ടുകൾ ഇപ്പോൾ ഷിപ്പിന്റെ സൈഡിലായിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. 3 ടഗ് ബോട്ടുകൾ. എനിക്ക് തോന്നുന്നു ഡോൾഫിൻ 27, ഡോൾഫിൻ 28, ഡോൾഫിൻ 27, 35 ഈ 3 ടഗ് ബോട്ടുകളും ഡോൾഫിൻ ടഗ് ബോട്ടുകളും ഈ കപ്പലിന്റെ സൈഡിൽ തന്നെയുണ്ട്. ഓഷ്യൻ സ്പിരിറ്റ് ആണ് നമ്മുടെ വാട്ടർ സല്യൂട്ട് നൽകി ഷിപ്പിനെ സ്വീകരിക്കുന്ന ആ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിപ്പ് ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും ടഗ് ബോട്ട് ഉപയോഗിച്ച് തിരിക്കുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണത്. കാണാൻ സാധിക്കും. ഡോൾഫിൻ 28 ആണെന്ന് തോന്നുന്നു പ്രഷർ കൊടുത്ത് ഷിപ്പിന്റെ ബാക്കിൽ പ്രഷർ കൊടുത്ത് ഷിപ്പിനെ പൂർണ്ണമായിട്ടും തിരിക്കുന്ന ലെവലിലേക്കാണ് വരുന്നുണ്ടോ. അതായത് ഷിപ്പിനകത്തോട്ട് കയറിയ ഷിപ്പ് അവിടെ നിന്ന് പൂർണ്ണമായിട്ട് തിരിയും. കാരണം ഞാൻ എപ്പോഴും നമ്മുടെ സെന്റിനൽ ഹബ് ഉപയോഗിച്ചുള്ള സാറ്റലൈറ്റ് വ്യൂയിലൂടെ നമ്മുടെ ബെർത്തും നമ്മുടെ ബ്രേക്ക് വാട്ടറും തമ്മിൽ ഏതാണ്ട് 900 മീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് 2 വലിയ മദർ ഷിപ്പുകൾക്ക് വളരെ ഈസി ആയിട്ട് അവിടെ തിരിഞ്ഞു പോകാൻ സാധിക്കും. 900 മീറ്ററോളം നീളമുണ്ട് നമ്മുടെ ബെർത്തും നമ്മുടെ ബ്രേക്ക് വാട്ടറും തമ്മിൽ. അപ്പോൾ ആ ഷിപ്പിന് വളരെ ഈസി ആയിട്ട് അവിടെ തിരിയാൻ സാധിക്കും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷിപ്പാവട്ടെ 299.9 മീറ്റർ നീളമുള്ള ഷിപ്പിന് വളരെ ഈസി ആയിട്ട് ഇവിടെ നിന്നും തിരിയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ തിരിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ്. ആ ഒരു കാഴ്ച കൂടി കാണാൻ സാധിച്ചു. വളരെ മനോഹരമായ കാഴ്ചയാണ് ഷിപ്പ് ഇവിടെ തിരിയുന്നത്. 4 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ വളരെ ഈസി ആയിട്ട് ഷിപ്പ് തിരിഞ്ഞു വരും. നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റുന്നതാണ്. ഷിപ്പ് തിരിഞ്ഞു വന്നു. ഇതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. നമ്മുടെ പോർട്ടിനകത്ത് ആദ്യമായി എത്തുന്ന കണ്ടെയ്നർ ഷിപ്പ് വളരെ ഈസി ആയിട്ട് തിരിഞ്ഞു വരാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 900 മീറ്ററോളം വിട്ടുള്ള നമ്മുടെ ബെർത്തും ബ്രേക്ക് വാട്ടറും തമ്മിലുള്ള 900 മീറ്ററോളം വിട്ടുള്ള ആ ഭാഗത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് സാൻ ഫെർണാണ്ടോ തിരിച്ചു വരാൻ സാധിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇത് നമ്മുടെ ബെർത്തിങ് പോർഷൻ സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന നേരെ നമ്മുടെ പേരിലായിട്ട് തന്നെയാണ് ഷിപ്പ് ഉള്ളത്. കണ്ടോ ആ ഒരു മനോഹരമായ കാഴ്ച. 4 ടഗ് ബോട്ടുകളെയും ഷിപ്പിനെയും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പ് വളരെ സാവധാനം തിരിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായിട്ട് ഷിപ്പ് തിരിഞ്ഞത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. തിരിഞ്ഞിരിക്കുന്നു ഷിപ്പ്. അതായത് നമ്മുടെ ബെർത്തിന്റെ പോർഷൻ, ഷിപ്പ് നിൽക്കുന്ന ഇവിടെ ബെർത്ത് ഞാൻ കാണിച്ചു തരാം. ബെർത്തിന്റെ പോർഷൻ ഒന്നും എത്തേണ്ട വളരെ കുറച്ച് ഭാഗത്ത് തന്നെ, അതായത് വളരെ 300 മീറ്റർ നീളമുള്ള ഷിപ്പ് വളരെ കുറച്ച് ഭാഗത്ത് തന്നെ തിരിഞ്ഞ് അവിടെ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തിരിച്ചെടുക്കാൻ സാധിച്ചു. ഇനി എനിക്ക് തോന്നുന്നു ഈ സൈഡിലൂടെ ഹെവി റോപ്പ് ഉപയോഗിച്ച് വലിക്കുകയല്ല, എനിക്ക് തോന്നുന്നു ഇനി ഷിപ്പിന്റെ മറുഭാഗത്ത് നമ്മളെ ടഗ് ബോട്ടുകൾ പ്രഷർ കൊടുത്തതിന് ശേഷം നമ്മുടെ ബെർത്തിലെടുത്തോട്ട് അടുപ്പിക്കും. ഇപ്പോൾ ഷിപ്പ് ബാക്കിലോട്ടാണ് പോകുന്നത്. ബാക്കിലോട്ട് പോയിട്ട് നമ്മൾ ഈ 100%, ഇപ്പം നമ്മൾ ഈ കാണുന്ന 100% കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ 400 മീറ്ററിലേക്ക് ആ ഒരു ലെന്ത് ബ്രേക്ക് വാട്ടറിന്റെ പേരലായിട്ട് എത്തിയതിനു ശേഷം ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ പ്രഷർ കൊടുത്ത് നമ്മളെ ബെർത്തിനടുത്തോട്ട് അടുപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഷിപ്പ് ബാക്കിലോട്ട് നീങ്ങുകയാണ്. ആ നീങ്ങുന്ന കാഴ്ചയെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഷിപ്പ് ബാക്കിലോട്ട് നീങ്ങുന്നു. ഷിപ്പ് ബാക്കിലോട്ട് നീങ്ങുവാണ്. വളരെ സാവധാനത്തിലാണ് ഷിപ്പ് ബാക്കിലോട്ട് നീങ്ങുന്നത്.
പൂർണ്ണമായിട്ടും ഷിപ്പ് ബാക്കിലോട്ട് നീങ്ങിയതിന് ശേഷം എല്ലാ ടഗ് ബോട്ടുകളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ടഗ് ബോട്ടുകളെല്ലാം ഷിപ്പിന്റെ മറുവശത്ത് എത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ടഗ് ബോട്ടും പോവുകയാണ്. ഒരു ടഗ് ബോട്ട് മാത്രമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഓഷ്യാന സ്പിരിറ്റ് ആണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ടഗ് ബോട്ടുകളും ഷിപ്പിന്റെ അപ്പുറത്ത് പോയിട്ടുണ്ട്. ഇനി ചെറിയൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഷിപ്പ് നമ്മുടെ ബെർത്തിന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ സാധിക്കും. ആ ഒരു വർക്കാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ 4ാമത്തെ ടഗ് ബോട്ടും നമ്മുടെ ഷിപ്പിന്റെ പുറകിലായിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനത്തിൽ ഷിപ്പ് ബാക്കിലോട്ട് നീങ്ങുവാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഏതാണ്ട് 700 മീറ്ററോളം, 500 മീറ്ററിന് പുറത്ത് കാണും ഷിപ്പും ബെർത്തും തമ്മിൽ. കാരണം ബെർത്തിന് പാരലായിട്ടാണ് ഇപ്പോൾ ഷിപ്പ് ഉള്ളത്. 500 മീറ്ററിന് പുറത്ത് ഉറപ്പായിട്ട് കാണും. കാരണം 900 മീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ ഈ പറയുന്ന ബെർത്തും ബ്രേക്ക് വാട്ടറും തമ്മിൽ. അപ്പോൾ ഒരിക്കലും ബ്രേക്ക് വാട്ടറിന്റെ ടച്ച് ചെയ്ത് ഏതായാലും ഷിപ്പ് നിൽക്കില്ല. കുറച്ച് ഡിസ്റ്റൻസ് അത് പോയാലും 500 മീറ്ററിന് പുറത്ത് ഏതാണ്ട് ഉറപ്പായിട്ട് കാണും നമ്മുടെ ബ്രേക്ക് വാട്ടർ, നമ്മുടെ ബെർത്തും ഷിപ്പും തമ്മിൽ. അത്രയും മീറ്ററാണ് നമുക്കിനി ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ നീങ്ങേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ് ബെർത്തിനോട് ചേർന്നെടുത്തിരിക്കുന്നു. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ 4 സെറ്റ് STS ക്രെയിനാണ് ബാക്കിലുള്ളത്. ആ സെറ്റിലോട്ടാണ് ഷിപ്പ് വളരെ സാവധാനം ബാക്കിലോട്ട് പോയതിനു ശേഷം 4 ടഗ് ബോട്ടിന്റെ പ്രഷർ, അതായത് ഡോൾഫിൻ 35, ഡോൾഫിൻ 27, ഡോൾഫിൻ 28, ഈ 4 ടഗ് ബോട്ട്, അതായത് ഒന്ന് ഓഷ്യാന സ്പിരിറ്റ് ഉണ്ട്, അങ്ങനെ 4 ടഗ് ബോട്ടിന്റെ പ്രഷർ കൊണ്ട് നമ്മുടെ ബെർത്തിലേക്ക് അടുക്കുന്ന സാൻ ഫെർണാണ്ടോ എന്ന് പറഞ്ഞ ഷിപ്പിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതൊരു അപൂർവ കാഴ്ച തന്നെയാണ് ഈ ഒരു വ്യൂ. അങ്ങനെ നമ്മുടെ ബെർത്തിലേക്ക് ആദ്യമായി, നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ആദ്യമായി ഷിപ്പ് എടുത്തിരിക്കുന്നു. ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. കാലം മറക്കാത്ത കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ സാവധാനത്തിലാണ് ആ ഷിപ്പ് നമ്മുടെ ബെർത്തിലേക്ക്, മൂറിങ്ങിലേക്ക് പോകുന്നത്. വളരെ സാവധാനമാണ് ഷിപ്പ് നീങ്ങുന്നത്. അങ്ങനെ ബെർത്തിന്റെ അടുത്തോട് ചേർന്ന് വരുന്ന ഒരു കാഴ്ച അതാ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതാ ബെർത്തിന്റെ അടുത്തോട് ചേർന്നെത്തിയിരിക്കുന്നു. ഷിപ്പ് വളരെ സാവധാനത്തിൽ നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഷിപ്പ് വന്നിരിക്കുന്നു. സിയാമിൻ പോർട്ടിൽ നിന്നും നമ്മുടെ ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മേഴ്സ്ക് ലൈനിന്റെ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പാണ് നമ്മുടെ ബെർത്തിലടുത്തിരിക്കുന്നത്. ആ ഒരു അപൂർവ കാഴ്ച, വളരെ മനോഹരമായ കാഴ്ചയാണത്. ഇതൊരു കൺസ്ട്രക്ഷണൽ പോർട്ടായതുകൊണ്ട്, കാരണം ഫസ്റ്റ് ഫേസ് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് വളരെ സാവധാനമായിരിക്കും ഷിപ്പ് ബെർത്തിനോട് അടുത്തോട്ട് ചേർന്ന് വരിക. ആ ഒരു അപൂർവ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് കുറച്ച് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ടഗ് ബോട്ടിൻ്റെ പ്രഷർ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണെന്ന്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളെ മുന്നിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.